ആമസോൺ പ്രൈമിൽ റീസെൻ്റ് ആയി റിലീസ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽ ഗുഡ് മൂവിയാണ് സൂപ്പർ ബോയ്സ് ഓഫ് മലേഗാവൺ. അതിൻ്റെ ചില റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സ് അവരുടെ ആ ഒരു സ്വപ്നങ്ങൾക്ക് പിന്നാലെയുള്ള അവരുടെ ആ ഒരു യാത്രയാണ് ശരിക്കും ഈ സിനിമ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇത് ഒരുപാട് പേരുടെ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കുറച്ച് കൂട്ടുകാരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെയാണ് ഇതിൽ ശരിക്കും അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ ഒരു 90s തൊട്ടിട്ട് 2000 ആ ഒരു കാലഘട്ടം വരെ, ഒരു 2007 2006 കാലഘട്ടം വരെയുള്ള അവരുടെ ആ ഒരു ജീവിതം അവർ ഓരോ സിനിമകളുടെ ഓരോരോ ക്ലിപ്പിങ്സും എല്ലാം ചേർത്ത് വെച്ചിട്ട് ഓരോരോ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യുന്നു. ആൻഡ് അതിനിടയ്ക്ക് അവർക്ക് സിനിമ എന്ന് പറയുന്ന മോഹം അവരത്രത്തോളം ഒരു മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പല സിനിമകളുടെയും ഒരു പാരഡികൾ അവിടെ ഇറക്കുന്നു ആ ഒരു മലേഗാവ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലുള്ള ആ ഒരു ഗ്രാമത്തിൽ. ആൻഡ് പിന്നീട് അതിന് അത്രത്തോളം ഒരു ഫാൻ ബേസ് ഒക്കെ ക്രിയേറ്റ് ആകുമ്പോൾ പിന്നെ നടക്കുന്ന ചില രസകരങ്ങളായ സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. ആൻഡ് 2008 റിലീസ് ചെയ്തിട്ടുള്ള സൂപ്പർമെൻ ഓഫ് മലേഗാവോൺ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. ആൻഡ് അതിൽ നിന്നാണ് ഈ സിനിമയുടെ ഒരു കോർ ഐഡിയ ശരിക്കും അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ പടത്തിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ് ഏറ്റവും ആദ്യം തന്നെ പറയേണ്ടത്. കാരണം ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തരും അവരവരുടെ ആ റോളുകൾ ഗംഭീരമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഷഫീഖ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു ആക്ടർ എത്ര നാച്ചുറലായിട്ടാണ് അവരുടെ പെർഫോമൻസ് എന്നുള്ളത് ശരിക്കും നമുക്ക് എടുത്തു പറയാണ്ട് പറ്റില്ല. കാരണം ഈ ഒരു സിനിമയിൽ ആ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ബ്യൂട്ടി അവർ ക്യാപ്ചർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ ആ ഒരു ലൈഫും കൊണ്ടുപോയിട്ടുള്ളത്. അവിടെയുള്ള ഓരോരോ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള ഓരോ കടകൾ, അതുപോലെ തന്നെ ഇവരുടെ ഒരു ടാക്കീസ്, അവിടെ ഇവർ ഓരോരോ കാര്യങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു എഫേർട്ടുകൾ, അങ്ങനെയുള്ള കുറേയധികം ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ആ ഒരു സിനിമയുടെ ആ ഒരു ഫീല് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു കണ്ണ് നിറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമ തയ്യാറാക്കിയ മേക്കേഴ്സിനോട് നമുക്ക് പറയാൻ തോന്നുന്ന അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ തോന്നുന്ന ചില കാര്യങ്ങൾ, ആ ഒരു ഇമോഷൻസാണ് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഇതിലത്തെ ഓരോ ആക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സും കൊണ്ടുവന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ വളരെയധികം മനസ്സിൽ തട്ടുന്ന ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. ആൻഡ് ഈ സിനിമ ശരിക്കും കാണുമ്പോൾ ആ ഒരു ഇമോഷൻ അത്രത്തോളം കൊണ്ടുവരാനായിട്ട് ഇതിൻ്റെ മേക്കേഴ്സിന് സാധിച്ചു. ആൻഡ് അതിന് തന്നെ ആദ്യത്തെ കയ്യടി കൊടുക്കണം. ആൻഡ് ഇതിലത്തെ ക്യാരക്ടേഴ്സിൻ്റെ ഓരോരുത്തരുടെയും പെർഫോമൻസ് ആ ഒരു വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യങ്ങളുടെ ഒപ്പം തന്നെ അതിൻ്റെ ആ ഒരു ബ്യൂട്ടിയും ഒപ്പം തന്നെ ഇവരുടെ ആ ഒരു സൗഹൃദത്തെയും വളരെയധികം ഒരു സ്വീറ്റായിട്ട് തന്നെ കൊണ്ടുവരാം. നമ്മളൊരു മധുരം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. ആ ഒരു ഫീല് തന്നെ അല്ലെങ്കിൽ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഒരു ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊരു സ്വീറ്റ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് ഈ ഒരു സിനിമ മൊത്തത്തിൽ ഓഫർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പടം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണുക.